ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ജംഷഡ്പൂർ എഫ് സിയുടെ പിരിച്ചുവിടൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് അവരുടെ ലൈസൻസ് അവർ ചർച്ചിൽ ബ്രദേഴ്സിന് വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ തുകയായ 100 രൂപക്കാണ് ചർച്ചിൽ ബ്രദേഴ്സിന് ഈ ലൈസൻസ് വിറ്റത്. മാത്രമല്ല അവരുടെ പല താരങ്ങളും മറ്റു ക്ലബ്ബുകളിലേക്ക് ചേക്കേറിയിരുന്നു. നമുക്കറിയാം, മേദിഹ് തലാലിനെ ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കി. അതുപോലെ തന്നെ എസയെ ഒഡീഷ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ആരാധകർക്ക് അറിയേണ്ടത് മലയാളി താരമായ മുഹമ്മദ് സനാൻ ഇനി ഏത് ടീമിന് വേണ്ടി കളിക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ചർച്ചിൽ ബ്രദേഴ്സിന് 100 രൂപക്ക് ലൈസൻസ് മാത്രമല്ല വിറ്റിട്ടുള്ളത്, അതിൽ ഈ താരങ്ങളും ഉൾപ്പെടുന്നു. അഥവാ ജംഷഡ്പൂർ എഫ് സിയുമായി കോൺട്രാക്റ്റുള്ള 12 താരങ്ങളെയും ചർച്ചിൽ ബ്രദേഴ്സിന് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. കൂടാതെ 2 പരിശീലകരെയും കൈമാറിയിട്ടുണ്ട്. ഓവൻ കോയലായിരുന്നു ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകൻ. അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. സനാന് ജംഷഡ്പൂർ എഫ് സിയുമായി 2028 വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മുഹമ്മദ് സനാൻ ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിന്റെ താരമാണ്. ഇനി ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. അതല്ലെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് അദ്ദേഹത്തെ വിൽക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ സനാൻ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. 4ഓളം ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സനാൻ ഇനി ചർച്ചിൽ ബ്രദേഴ്സ് വിടുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം വരുന്ന ISL ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയായിരിക്കും സനാൻ കളിക്കുക. കാരണം ജംഷഡ്പൂർ എഫ് സി കൈമാറിയ താരങ്ങളുടെ കൂട്ടത്തിൽ ഈ മലയാളി താരവുമുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.